ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ട് ഇടപാടിൽ മാത്യു കുഴൽനാടൻ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകും. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്താൻ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് മാത്യു കുഴൽനാടന് നോട്ടീസ് നൽകിയിരുന്നു. രാവിലെ 11:30 മുട്ടത്തെ ഡിവൈഎസ്പി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് തനിക്കെതിരെ അന്വേഷണം വന്നതെന്നും മാത്യു കുഴൽനാടൻ വിമർശിച്ചു. സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഈ വിഷയം പെട്ടെന്ന് ഉയർന്നു വന്നത് മാഷപ്പടി ഈ വിഷയം വന്നതിന് ശേഷമാണ്. ബട്ട് സ്റ്റിൽ ഐ വെൽക്കം. വളരെ ആത്മാർത്ഥമായും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. പക്ഷേ അത് ഒരു 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 സമൂഹത്തിന് മുമ്പിൽ പുകമറ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വേട്ടയാടാനുമാണെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായും നിയമപരമായി തന്നെ അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. മാത്യു കുഴൽനാടന്റെ പ്രതികരണമാട്ടത് കേട്ടത് ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകും. ജെയിൻ, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടല്ലേ മാത്യു കുഴൽനാടൻ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകാൻ എത്തുന്നത്? ഇതൊരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമല്ലേ? ഇതിനെ ഒരു രാഷ്ട്രീയ പകപോക്കലായിട്ടാണ് മാത്യു കുഴൽനാടനും പ്രതിപക്ഷവും കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ ആരോപണമായി തന്നെയാണ് ഈ പ്രശ്നം ഉയർന്നു വന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ വിജിലൻസ് ചില ഗൗരവമുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വിശദീകരണം തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് മാത്യു കുഴൽനാടനെ ഇന്ന് നോട്ടീസ് നൽകി വിളിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11:30 ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ അല്ലെങ്കിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ചില കണ്ടെത്തലുകൾ വിജിലൻസ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും മാത്യു കുഴൽനാടനെതിരെ ഉയർന്നു വന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ 1,92,60,000 രൂപയ്ക്കാണ് ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ രജിസ്ട്രേഷൻ നടന്ന ഏതാണ്ട് 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ മാത്യു കുഴൽനാടൻ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഏതാണ്ട് 3 കോടി രൂപ ഈ വസ്തുവിനും ഈ കെട്ടിടങ്ങൾക്കുമായി മൂല്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഒരു ആക്ഷേപമായി ഉന്നയിച്ചത് ഇതിൽ നികുതി വെട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. ആ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ പാർട്ട്ണർമാർ, അതോടൊപ്പം തന്നെ ഈ ഭൂമി വിറ്റ ആളുകൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ കാണുകയും അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 2 തവണ മാത്യു കുഴൽനാടന്റെ ഈ സ്ഥലം ചിന്നക്കനാലിലെ കപ്പിത്തൻസ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഈ റിസോർട്ടും ആ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്യു കുഴൽനാടന് നൽകിയിരിക്കുന്ന നോട്ടീസിൽ കൃത്യമായി പറയുന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. കാരണം നമുക്കറിയാം, നേരത്തെ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപമാണ് ഉയർന്നു വന്നിരുന്നെങ്കിൽ അതിൽ നിന്നുകൂടി കുറെ കൂടി മുന്നോട്ട് പോകാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്യു കുഴൽനാടന്റെ നോട്ടീസ് പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പ്രശ്നങ്ങൾ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി നിലവിലുണ്ടായിരുന്നു. അത് നേരിട്ട് മാത്യു കുഴൽനാടനെ അല്ലെങ്കിൽ ബാധിക്കുന്നതല്ല. ഈ മാത്യു കുഴൽനാടൻ ഈ ഭൂമി വാങ്ങുന്നത് ആലപ്പുഴ സ്വദേശികളായ അൽഫോൺസ് കപ്പിത്താൻ എന്ന് പറയുന്ന ആളുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുണ്ടായിരുന്ന സ്ഥലമാണ് മേടിക്കുന്നത്. ഈ അൽഫോൺസ് കപ്പിത്താൻ ഈ ഭൂമി വാങ്ങുന്നത് ചിന്നക്കനാലിലെ ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ കുപ്രസിദ്ധി നേടിയ ജിമ്മിയ സ്കറിയ അല്ലെങ്കിൽ സ്കറിയ വെള്ളുകുന്നേൽ കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വെള്ളുകുന്നേൽ കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഈ ഭൂമിക്കെതിരെ മിച്ചഭൂമി, അതായത് പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചതിന് റവന്യൂ വകുപ്പ് ഒരു മിച്ചഭൂമി കേസ് എടുത്തിരുന്നു. ആ കേസ് മറികടന്നുകൊണ്ടാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥരടക്കം ഒത്താശ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു പ്രാഥമികമായ കണ്ടെത്തൽ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ആ മിച്ചഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കേസ് നേരിട്ട് മാത്യു കുഴൽനാടനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇത്തരം ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് അത്തരം ഒരു കൈമാറ്റത്തിന് കൂട്ടുനിന്നു അല്ലെങ്കിൽ ആ കൈമാറ്റത്തിന് തയ്യാറായി എന്നുള്ളതാണ് വിജിലൻസ് ഉന്നയിക്കുന്ന ചോദ്യം. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിജിലൻസ് ഇന്ന് എന്തായാലും മാത്യു കുഴൽനാടനോട് ചോദിക്കുക. രാവിലെ 11:30 അദ്ദേഹം വിജിലൻസ് ഓഫീസിൽ ഹാജരാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.